തിരക്ക് കൂട്ടുന്നു. അതുകൊണ്ട് ആരും പോകണ്ട, എല്ലാവരും തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കും. ഭയങ്കര തിരക്കാണ് സുഹൃത്തുക്കളെ. ഇത് കല്ലുംതാഴ ജംഗ്ഷനിലാണ്, മേൽപ്പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്ത് ഉള്ള ട്രാഫിക് തിരക്കാണെന്ന് നിങ്ങൾ കാണുന്നത്. ഏതാണ്ട് ഹൈവേയിൽ കൂടെ ബൈപ്പാസിലൂടെ കടന്നു വരുന്ന വാഹനങ്ങളും അതുപോലെ തന്നെ കുണ്ട്രഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളും കൊല്ലത്തുനിന്ന് വരുന്ന വാഹനങ്ങളും തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വരുന്ന ബൈപ്പാസിലൂടെ വരുന്ന വാഹനങ്ങൾ, അതുകൂടാതെ ഇവിടെ ഇടപ്രദേശങ്ങളിൽ നിന്നെല്ലാം വരുന്ന ചെറിയ റോഡുകൾ എല്ലാം കൂടെ ചേർന്നൊരു ആവിയൽ പരുവമാണ് ഈ കല്ലുംതാഴ മേൽപ്പാലത്തിൻ്റെ പ്രദേശത്തെ റോഡ്. ഇവിടെ വന്നാൽ എല്ലാവർക്കും തിരക്കാണ്. ആരെയും അനുസരിക്കില്ല, ആരും പറയുന്നത് കേൾക്കില്ല, എല്ലാവർക്കും മുൻപേ പോകണം. അങ്ങനെ തെള്ളും മൂന്തും നടത്തി എല്ലാവരും തിരക്ക് കൂട്ടുമ്പം ആരും പോകണ്ട എന്നുള്ള ചില ചട്ടമ്പി ന്യായത്തിൽ ചില ആളുകൾ റോഡിന് കുറുകെ വണ്ടി എടുത്തിട്ട് അങ്ങനെ ലാവിഷായിട്ട് കാലം കയറ്റി അങ്ങനെ ഇരിക്കും. അതിനിടയിൽ ചില പ്രൈവറ്റ് ബസ്സുകാർ ഓടിക്കൊണ്ടുവരും, കുത്തിക്കയറ്റി. അവർ ആംബുലൻസിനേക്കാൾ തിരക്കാണ് അവർക്ക് പോകാൻ. എങ്ങനെയാണ് ഈ തിരക്കിനിടയ്ക്കൂടെ അവർ പോകുന്നതെന്ന് കണ്ടാൽ അത്ഭുതം തോന്നും. നോക്കിക്കൊള്ളണം. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ബസ്സും ഒരു നാഷണൽ പെർമിറ്റ് ലോറിയും അഭിമുഖമായിട്ട് നിൽക്കുകയാണ്. നീ പോവുമോ ഞാൻ പോവുമോ? അതിനിടയ്ക്കൂടെ ആംബുലൻസ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആ ബസ് അവിടെ നിർത്തിയിടാൻ പോലീസുകാരൻ പറഞ്ഞിട്ട് അദ്ദേഹത്തെ പരിഗണിക്കാതെ ആണ് വാഹനം കടന്നു പോകുന്നത്. ഏത് സമയവും എന്തും സംഭവിക്കാവുന്ന രീതിയിലുള്ള ട്രാഫിക് തിരക്ക്. ഇത് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് തന്നെ ദുഷ്കരമാണ്. അവനവൻ നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ റോഡ് വളരെ ദുരന്തത്തിന് കാരണമാകാം. കാരണം എല്ലാവരും വയനാട് ദുരന്തത്തെക്കുറിച്ചൊക്കെ വാതോരാതെ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ റോഡ് ദുരന്തങ്ങളെക്കുറിച്ച്, അതും നമ്മൾ മനഃപൂർവ്വം വരുത്തി വയ്ക്കുന്ന വിനകളെക്കുറിച്ച്, ഒരു നിമിഷത്തെ ക്ഷമയില്ലായ്മയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് നടപടിയെടുക്കേണ്ടുന്ന ശക്തമായ ശിക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുന്നത്. എത്ര ദുഷ്കരമായ ട്രാഫിക്കാണെങ്കിലും സുഗമമായി അവരോട് തന്നെ നിയന്ത്രിച്ചു പോയാൽ പോകാവുന്നതേ ഉള്ളൂ. ഇതിനേക്കാൾ തിരക്ക് പിടിച്ച് എത്രയോ പട്ടണങ്ങളുണ്ട്, എത്രയോ റോഡുകളുണ്ട്. അവിടെയൊക്കെ ക്രമമായി വാഹനങ്ങൾ ഓരോ വരിയായി പോകുന്നത് കാണുമ്പോൾ എത്ര ഭംഗിയാണ് കാണാൻ തന്നെ, എത്ര സുഖമാണത്. അവരവരുടെ സേഫ്റ്റിയും അവരവരുടെ ആ ട്രാഫിക് നിയമങ്ങളും പാലിച്ച് റോഡിൽ സുരക്ഷിതമായി യാത്ര ചെയ്യുന്നത് എപ്പോഴും സമൂഹത്തിന് നല്ലതായിരിക്കുമെന്ന് ഇവരെ ബോധ്യപ്പെടുത്തുന്നത് ആരാണ്? പലപ്പോഴും ശിക്ഷാ നിയമങ്ങളുടെ കുറവ് കൊണ്ട്, നിയമം അറിയാത്തത് കൊണ്ടല്ല, നിയമം മനഃപൂർവ്വം ലംഘിക്കുന്നതാണ്. കാരണം ലംഘിച്ചാലും ആരും ചോദിക്കാനില്ല എന്നുള്ള ഒരു ധാർഷ്ട്യം, അല്ലെങ്കിൽ ലംഘിച്ചാൽ നീ ആരാടാ ചോദിക്കാൻ എന്നുള്ള ധാർഷ്ട്യം. ഇതാണ് ഇവിടെ നടക്കുന്ന ഈ ട്രാഫിക്കിൻ്റെ വയലേഷൻ്റെ പ്രധാന കാരണം. വിദേശ രാജ്യങ്ങളിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നു, എല്ലാവരും ക്ഷമയോടുകൂടി വണ്ടി ഓടിക്കുന്നു. പറയുന്ന സ്ഥലങ്ങളിൽ കൂടെ മാത്രം അവർ വാഹനങ്ങൾ കടത്തിവിടുന്നു. പോലീസ് പറയുന്ന അതിനു അപ്പുറത്തേക്ക് ഒരു ചുവട് അവർ മാറുന്നില്ല. ഇവിടെ പോലീസുകാർ കൂട്ടമായിട്ട് നിന്ന് നിയന്ത്രിച്ചാൽ പോലും ബൈക്കുകാരും ഓട്ടോറിക്ഷക്കാരും അതുപോലുള്ള ചില പ്രൈവറ്റ് ബസ്സുകാരും അനുസരിക്കാറേയില്ല. പലപ്പോഴും ആംബുലൻസിന് പോലും സൈഡ് കൊടുക്കാത്ത പ്രൈവറ്റ് ബസ്സുകാരും ഓട്ടോക്കാരും
ടൂ വീലറുകാരും ഇതിനിടയിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ട്രാഫിക് സംവിധാനമാണ് നമ്മുടെ കേരളത്തിൽ. ഇത് വലിയ ദുരന്തത്തിൽ കലാശിക്കുന്നത് നമ്മൾ കാണുന്നില്ല. കാരണം ഓരോ ദിവസവും റോഡിൽ മരിച്ചു വീഴുന്ന മനുഷ്യരുടെ കണക്കെടുത്താൽ വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം തുച്ഛം. അത് പ്രകൃതിയാണ് വരുത്തി വെച്ചതെങ്കിൽ ഈ റോഡിൽ പൊലിയുന്നത് മൊത്തം മനുഷ്യർ മനഃപൂർവ്വം വരുത്തി വെക്കുന്നതാണ്. പലപ്പോഴും വണ്ടി മുട്ടി ഒരാൾ മരിച്ചാൽ മനഃപൂർവ്വമല്ലാത്ത കൊലപാതകത്തിനാണ് ശിക്ഷ ലഭിക്കുക. എന്നാൽ വണ്ടി മുട്ടി മരിച്ചാൽ മനഃപൂർവ്വമായ കൊലപാതകത്തിന് ശിക്ഷ കൊടുക്കുന്ന നിയമ സംവിധാനം നമുക്കുണ്ടാകണം. ഈ ട്രാഫിക് എന്ന് നമ്മുടെ നിയമവിധേയമാകുമോ അന്ന് മാത്രമേ നമ്മുടെ റോഡുകൾ സുരക്ഷിതമാകൂ. എത്ര ചെറിയ റോഡായിരുന്നാലും നിയമം പാലിച്ച് വാഹനങ്ങൾ ഓടിച്ചാൽ ഒരിക്കലും അപകടം മനുഷ്യരായിട്ടുണ്ടാക്കില്ല. അത് യന്ത്ര തകരാറ് കൊണ്ടോ വാഹനങ്ങളുടെ മറ്റെന്തെങ്കിലും പോരായ്മ കൊണ്ടോ ഉണ്ടാകാവുന്ന തകരാറിൽ അപകടങ്ങൾ സംഭവിച്ചെന്നിരിക്കാം. അല്ലാതെ മനഃപൂർവ്വമായി വാഹനം കടത്തിവിട്ടതിൻ്റെ പേരിലോ സിഗ്നൽ തെറ്റിച്ച് കടന്നുപോയതിൻ്റെ പേരിലോ ട്രാഫിക് നിയന്ത്രണങ്ങൾ അനുസരിക്കാതിരുന്നതിൻ്റെ പേരിലോ ഒരിക്കലും അപകടം സംഭവിക്കുകയില്ല. അതുകൊണ്ട് ആദ്യം റോഡിലെ നിയമങ്ങൾ പാലിക്കാൻ എല്ലാവരും തയ്യാറാകണം. തയ്യാറായില്ലെങ്കിൽ അവർക്ക് ദുരിതം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുവാനും. അവിടെ അപകടം നടന്നു കഴിഞ്ഞു. ഒരു ഓട്ടോറിക്ഷക്കാരൻ കൊണ്ടുവന്ന് ഒരു കാറിൻ്റെ പുറകിൽ ഇടിച്ചു. അവിടെ ഇനിയിപ്പോൾ ആൾക്കൂട്ടമാകും. മറ്റു വാഹനങ്ങളെല്ലാം ഇപ്പോൾ അവിടെ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. അവിടുന്ന് അപകടമുണ്ടായ ആളിനെ ആംബുലൻസ് കൊണ്ടുവന്ന് സ്ട്രെച്ചറിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. ഈ നിമിഷം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഭവിച്ച കാര്യമാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഭവിച്ച കാര്യമാണ്. ആട്ടോയിലിരുന്ന ആളിന് അപകടം സംഭവിച്ചു. അയാളെ ആംബുലൻസിലേക്ക് കടത്തിക്കൊണ്ട് പോകുന്നു. ഇത് വളരെ സാവകാശം വന്ന വാഹനങ്ങളാണെന്ന് ഓർക്കണം. എന്നിട്ടും ഇവിടെ വന്നപ്പോൾ കൂട്ടിയിടിയുണ്ടായി എന്ന് പറയുമ്പോൾ ഏറ്റവും ദയനീയമായ അവസ്ഥ ആണ് നമ്മൾ കാണുന്നത്.